ഹലോ, എല്ലാവർക്കും എന്നോട് വിശേഷം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിച്ചണിൽ വൈകുന്നേരത്തെ തിരക്കിട്ട പണിയിലാണ്. കുറച്ച് നേരം ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയി വന്ന് ഫുഡും ഒക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അത് കിടന്ന് ഉറങ്ങി. നല്ലൊരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് അപ്പോൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് അപ്പോൾ വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയോ ദോശയോ ഒക്കെ ആക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചപ്പാത്തി ആക്കാം. ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക, കാണിച്ചു തരാം. സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം തൊട്ടേ എടുക്കാമായിരുന്നു വീഡിയോ. എനിക്കൊരു മൂഡില്ലായിരുന്നു. ഇത് ചിക്കൻ സ്റ്റൂ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ 3 ടീസ്പൂൺ ഒഴിച്ചു. കറുവപ്പട്ട, കുരുമുളക്, പിന്നെ ഏലക്ക, വലിയ ജീരകം ഇതിട്ട് നന്നായിട്ട് മൂപ്പിച്ചിട്ട് 2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അതിട്ട് സവോള ഒന്ന് നിറം മാറി വന്നപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതും അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് 2 മിനിറ്റ് ഇളക്കിയപ്പോൾ നല്ല ഈ ചിക്കൻ ഇങ്ങനെ വൈറ്റ് കളറായിട്ട് വന്നു. അതിനുശേഷം തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങും പച്ചമുളകും പിന്നെ ക്യാരറ്റും അതും കൂടെ ഇട്ട് ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് ഇളക്കിയെടുക്കുക. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് പാലാക്കാൻ വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പാലാക്കിയിട്ട് നമുക്കതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരച്ചിട്ട് അതിൻ്റെ 2ാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങയുടെ. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഒന്ന് കൂട്ടി വെക്കണം. ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തീ. അത് കൂട്ടി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ വെന്ത് വരട്ടെ അല്ലേ. എന്നാ രസമല്ലേ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ, കളറായിട്ട്. സ്റ്റൂ വെച്ചിട്ട് കുറേ നാളായി. എപ്പോഴും ചിക്കൻ കറി ഒരേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്കേ ബോറടിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ചോദിക്കുന്ന ഇത് കണ്ടിട്ടാണോ നിനക്ക് അത്രയും വലിയ ഭംഗി തോന്നിക്കുന്നേന്ന്? എന്നെ കണ്ടിട്ടല്ല, കറി നിങ്ങൾക്ക് തോന്നിക്കുന്നില്ലേ? കളറായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി. എൻ്റെ പൊന്നളി എങ്ങോട്ട് വന്നേ. ക്യാരറ്റിന്റെ കളർ എന്താ? എൻ്റെ ക്യാരറ്റിന്റെ കളറ് ഓറഞ്ച്, കിഴങ്ങിന്റെ കളറ് ഒരുമാതിരി ഇങ്ങനെ ഒരു വൈറ്റ്, ഇത് കൂടെ ഓഫ് വൈറ്റ് എന്ന് പറയാം. ചിക്കന് കുറച്ച് നല്ല വൈറ്റ്, പച്ചമുളകിന്റെ പച്ച. ഇതൊന്നും കണ്ട തോന്നുന്നില്ലല്ലേ? പിന്നെ എന്താണാവോ? ശരി, എനിക്ക് എന്തായാലും ഇത് എനിക്ക് കളർഫുള്ള് തന്നെയാണ് കേട്ടോ. കണ്ടോ, എനിക്ക് ബോധമില്ല എന്നിട്ടാണ്. കണ്ടോ, പിള്ളേരുടെ കാര്യമേ സ്വന്തം തള്ളയാന്ന് ഓർക്കണം. അടയ്ക്കാനായിട്ട് ഈ വർക്ക് ഏരിയയിൽ വന്ന് ഇതെടുത്തോണ്ടു. അപ്പോൾ ചെറു തീയിൽ, അതായത് ലോ ഫ്ലെയിമിൽ അത് വേകട്ടെ കേട്ടോ. 1 മണിക്കൂറിന് മുമ്പേ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ അടച്ചു വെക്കട്ടെ. ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ഇത് കസ്കസ് എന്ന് പറയത്തില്ലേ, അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ അരച്ചെടുത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ നല്ല സ്റ്റൂവിന് നല്ല കൊഴുപ്പ് കിട്ടും. അതാണ് ഇതിട്ടേക്കുന്നത്. അത് വെള്ളത്തിൽ ഇതിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് പയർ നനയാനിട്ടിട്ടുണ്ടേ. ഇന്നലത്തെ ചോറ് കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി അത് തിളപ്പിച്ച് എന്തായാലും 2 പ്രാവശ്യം തിളപ്പിച്ച് വാർത്തത് കൊണ്ട് ഇനി വാർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കത് പയർ കഞ്ഞിയാക്കാം. രാത്രി കഞ്ഞി കുടിക്കുന്നത് നല്ലതല്ലേ? പയർ കഞ്ഞി നമ്മുടെ പഴയ സ്കൂളിലൊക്കെ കിട്ടുന്ന പയർ കഞ്ഞി ആക്കട്ടെ. പയർ കഞ്ഞി. ഇതൊക്കെയാണ് പരിപാടികൾ. നിങ്ങൾക്ക് ഞാനിവിടെ വീട് തൂക്കാനുള്ള പണി കൊടുത്തിട്ടുണ്ടായി. അപ്പോൾ എന്നോട് ഒന്ന് പറയാം, അമ്മ ഞാൻ വീട് തൂത്തിട്ടുണ്ട്, എങ്ങനെയുണ്ടെന്ന് പോയി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പിള്ളേർക്ക് ഇങ്ങനെ ചെറിയ പണികളെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കുഴപ്പമില്ല, തൂത്തിട്ടുണ്ട്. ചെടികൾക്കെല്ലാം കുറച്ച് വെള്ളം ഒഴിക്കണം. പുറത്തല്ല ഇന്ന് ഒഴിച്ച്, ഇനി അകത്തും കൂടെ ഒന്ന് ഒഴിക്കണം. ഒഴിച്ചിട്ട് വേണം അടുത്ത പരിപാടി കാണിക്കാൻ. ഇവിടെ ഒരാൾ കിടക്കുന്ന കാണണോ? കണ്ട ആശാൻ വീഡിയോയും കണ്ട് കിടക്കുന്നത്. എങ്ങനെ കിടന്നുകൊണ്ടാ വീഡിയോ കാണുന്നതെന്ന് കണ്ട? വേറെ പണിയൊന്നുമില്ല അല്ലേ? ഞാൻ പറഞ്ഞ TV പോയി കണ്ടുകൊണ്ടിരിക്കാൻ. രസം ഇങ്ങനെ കിടന്നുകൊണ്ട് രസം സാമ്പാറാകും. നീ ഇങ്ങനെ കിടന്ന എഴുന്നേക്ക് അവിടെ നിന്ന്, രസം പോയി സാമ്പാറാവും. ഞാൻ നിൽക്കുവോ? അത് ഇരിക്കണോ ഇനി? എന്നാ അങ്ങനെ പറ. നീ നിൽക്കുന്നവരോട് നിൽക്കുന്നു പറഞ്ഞ എങ്ങനെയാ? ചെയ്യട്ടെ. വയ്യേ, എഴുന്നേറ്റ് മാറ്. മതി TV കണ്ടത്, അല്ല ഫോൺ കണ്ടത്. ബാക്കിയുള്ളതും കൂടെ ചെയ്യട്ടെ.
അത് വെന്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് കാണിക്കാം. കറിവേപ്പില പറിച്ച്, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില പറിക്കാം നമുക്ക്. അപ്പോൾ നല്ല മണം വരും. 2-3 കറിവേപ്പിലയുടെ തൈ ഉണ്ടായി, എല്ലാം വാടിപ്പോയി. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇപ്പം ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തൊന്ന് ഒരു 2 അല്ലി പറിക്കാം. 2 അല്ലി ചെറിയ തയ്യാണ്, പക്ഷേ നമുക്ക് 2 അല്ലി പറിക്കാം, കുഴപ്പമില്ല. കാരണം ഫ്രഷ് ആയിട്ട് ഇടുമ്പോഴേ അതിന് ഭയങ്കര മണം, അതുണ്ടോ. അപ്പോൾ അത് പറിച്ചുകൊണ്ട് പോവാം. നമുക്കിതൊന്ന് കഴുകിയിട്ട്, നമ്മുടെ സ്വന്തം ചെടിയാണെങ്കിലും കഴുകിയിട്ടേ യൂസ് ചെയ്യാവുള്ളൂ. ഞാൻ അങ്ങനെ തണ്ടോടുകൂടി ഇടുക കറിവേപ്പില. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ. അധികം ആ തേങ്ങാപ്പാൽ മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ കറിവേപ്പില ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇടുമ്പോഴുള്ള മണമില്ലേ, എൻ്റെ അമ്മേ സൂപ്പർ. വേകട്ടെ. അപ്പോൾ 3-ാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് വെള്ളം വേണം. അപ്പോൾ 3-ാം പാലും കൂടെ, 2-ാം പാലാണ് ആദ്യം ഒഴിച്ചത്, 1-ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 3-ാം പാലും കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ വെള്ളമാക്കണം. ഏകദേശം നമ്മുടെ ചിക്കനെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ടേ. 3-ാം പാലും കൂടെ ഒഴിച്ചപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ നല്ല എന്താ പറയുക, ചാറായി കേട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് അതൊക്കെ ഇങ്ങനെ ഉടച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് ഉടച്ച് വിടണം. ഈ തിള വരുന്ന സമയം 3-ാം പാൽ ഒഴിച്ചതിന് ശേഷം 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി. ഞാൻ ഓൾറെഡി ഒരു 3 പച്ചമുളക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർക്കേണ്ടത്. അതൊരു 1/2 ടീസ്പൂൺ മതി. ഞാനൊരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും മതി. എന്നുവെച്ചാൽ നമ്മുടെ ആ സ്റ്റൂവിൻ്റെ കളറൊന്നും മാറരുത്. നമുക്ക് നല്ല വൈറ്റ് കളറിൽ തന്നെ നമ്മുടെ സ്റ്റൂ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയും ചിക്കനും ഒക്കെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ ഉരുളക്കിഴങ്ങ് ഞാൻ പറഞ്ഞില്ലേ, 2-3 ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ ഉടച്ച് വിടട്ടെ. ഉടച്ചിടുമ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടിക്കോളും കറിക്ക്. ഒന്ന് തിളയ്ക്കട്ടെ. ഇവിടെ ഒരാൾ അടുത്ത ആഴ്ചത്തെ റെസിപ്പി പറയാം. അടുത്ത ആഴ്ച അവന് ഗ്രീൻ ചിക്കൻ വേണം. ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കിയിട്ട് കുറേ നാളായിരുന്നു. അതുകൊണ്ട് ഗ്രീൻ ചിക്കൻ വേണം ഈ ആൾക്ക്, ഇവിടെ ഒളിച്ചിരിക്കുന്ന ആൾക്ക് ഗ്രീൻ ചിക്കൻ വേണം. ഗ്രീൻ ചിക്കൻ കൊടുത്തേക്കാം അല്ലേ? അത് തന്നെ അല്ലേ, ഗ്രീൻ ചിക്കൻ. ചിക്കനിൽ ഏതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചിക്കൻ്റെ റെസിപ്പിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? KFC. അമ്മ വെക്കുന്നതിൽ ചിക്കൻ ബിരിയാണി എല്ലാം കൂടി ഇട്ട് കുഴച്ച് വെക്കും. ഞാൻ സെപ്പറേറ്റ് ചെയ്യില്ല, അതാണ്. അപ്പോൾ നോക്കാം നമ്മുടെ കറി. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മറ്റേതും കൂടെ ഞാൻ എടുത്ത് വെച്ചിരുന്നില്ലേ, അത് ഞാൻ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചിട്ടാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇതൊഴിക്കുമ്പോൾ തന്നെ നമ്മുടെ കറിക്ക് കുറച്ചും കൂടെ നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ. കുറച്ച് പേര് ഇത് ചേർക്കും, കുറച്ച് പേര് ചേർക്കില്ല. പക്ഷേ എനിക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ അരച്ച് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, അത്യാവശ്യം നമ്മുടെ ഇതിന് കൊഴുപ്പ് കിട്ടും. അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയണം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പെന്ന് പറയുന്നൊരു സാധനം കൂടിയ പണിയാണ്, കുറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലിടുന്നത് ഒരു സൂക്കേടാണ്. എന്ത് കറി വെച്ചാലും കുറച്ച് ഉപ്പ് കൂടുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ചേ ഇടുള്ളൂ. മുമ്പ് പണ്ട് അപ്പോൾ ഞാൻ കറി വെച്ച വീട്ടിലെല്ലാവരും പറയും ഉപ്പുണ്ടാവുമല്ലോ എന്നറിയാം. എൻ്റെ വിചാരം ഉപ്പില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ വിചാരം. വാവ്, ഇതെല്ലാം ഒഴിച്ചപ്പോൾ തന്നെ നല്ലൊരു മണം, നല്ല തിക്കുണ്ട് കറിക്ക്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല തിക്കുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ 1-ാം പാൽ, അതും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് ചിക്കൻ സ്റ്റൂവിലോട്ട് നമ്മുടെ 1-ാം പാലും കൂടെ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നു. ഈ പാലൊക്കെ ഒഴിച്ചുള്ള കറിയില്ലേ, രക്ഷയില്ല എൻ്റെ പൊന്നോ, രക്ഷയില്ല. ഇത് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ എന്തായാലും എനിക്ക് സ്റ്റൂ ഇഷ്ടമല്ല കഴിക്കുന്നത്. ഇത്രയെത്തുന്നതിന് കൂടെ അടിപൊളിയായിരിക്കും ഒരു കറി. ഇങ്ങനെ തന്നെ വെച്ച് കഴിച്ച് നോക്കണം, സൂപ്പറായിരിക്കും. ടേസ്റ്റ് വൈസ്
നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ തന്നെ കഴിച്ചു നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ അല്ലേ. എനിക്ക് കണ്ടിട്ട് കഴിച്ചിട്ട് സൂപ്പറാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ കഴിച്ച് വെച്ച് നോക്കുക. ഇനി ഏറ്റവും അവസാനം ഒരു പരിപാടിയും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് തീർക്കാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടിയിൽ ഇങ്ങനെ വറുത്തിടാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. നെയ്യ് ഇവിടെ ഒരുത്തൻ്റെ അടുത്ത് നിന്ന് ഞാൻ തൈര് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ്, അവൻ ചെന്ന് നെയ്യ് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞില്ല, എന്തായാലും പിന്നെയും പോയി തൈര് മേടിച്ചുകൊണ്ട് നെയ്യ് കട്ടയായിട്ടിരിക്കുക, വരുന്നില്ല, മതി. അപ്പം ഞാനും എന്നോട് പറഞ്ഞു, എടാ ഞാൻ നിന്നോട് നെയ്യല്ലല്ലോ തൈരല്ലേ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു വാങ്ങിച്ചതല്ലേ എന്നാൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പം നമുക്ക് നെയ്യ് വേണം. നെയ്ക്കകത്തോട്ട് നെയ്യ് ചൂടാവട്ടെടാ. എന്നാൽ അത് പറഞ്ഞൂടെ ഫസ്റ്റ്? ഞാൻ നിന്നോട് പറയുന്നില്ലല്ലോ, നീയല്ലേ എടുത്തിടുന്നേ. അത് പറഞ്ഞൂടെ ഫസ്റ്റ് എന്നോ? ഫസ്റ്റ് അതിനിപ്പോൾ ഫസ്റ്റ് സെക്കൻഡും ഒക്കെ ഇട്, പതിയെ ഇട്. നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും വേണ്ടടാ, ഞാൻ തന്നെ ഇളക്കിക്കോളാം. അണ്ടിപ്പരിപ്പും കിസ്മിസും മൂപ്പിച്ച് നമ്മുടെ കറിയിലോട്ടിട്ട് അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള സ്റ്റൂ ഇവിടെ റെഡിയായി. കിസ്മിസ് എന്താ? കിസ്മിസ് എന്ന് വെച്ചാൽ ഇതാണ് കിസ്, ഇത് മിസ്, ഇത് കിസ്മിസ്, ഇത് അമ്മയുടെ മിസ്സൊക്കെ മരിച്ചില്ലേ? എന്തിനാണ് മരിക്കുന്നത്? ഞാനെന്താടാ, എനിക്ക് എന്നെ 10-60 വയസ്സായെന്നാണോ നിൻ്റെ വിചാരം? എൻ്റെ മിസ്സൊക്കെ അവരൊക്കെ എല്ലാവരും ജീവനോടുണ്ടോ അവിടെ? ഇടാ എന്തിനാടാ. അപ്പം നല്ല പൊങ്ങി വരുന്നുണ്ട്. ഇതാണ് കിസ്മിസ്. ഇത് ഇട്ടപ്പോൾ മിസ്സായിരുന്നു, ഇപ്പം കിസ്സായി. ഉമ്മ വെച്ച് നോക്ക്, ചൂട്ട് പൊള്ളും. നീ ഉമ്മ വയ്ക്ക്, എനിക്ക് വയ്യ ഉമ്മ വയ്ക്കാൻ. നമ്മൾ ചൂടോടെ എടുത്ത് നമ്മുടെ അത്രേ ഉള്ളൂ മക്കളെ, അത്രേ ഉള്ളൂ. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ വൈറ്റ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അയ്യോ തഗ് വയ്യേ, നിനക്ക് വയ്യേ. അപ്പോൾ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ വെച്ച് നോക്കുക, സൂപ്പറായിരിക്കും. എൻ്റെ കൂടെ ചപ്പാത്തി ഉണ്ടാക്കണം, ഉരുട്ടണം, ഇനി ഉരുട്ടണം ഈ കൈ കൊണ്ട്. എന്തിനു? ഞാൻ എന്താ പഞ്ചസാരയാണോ കലക്കി ഒഴിച്ച്? അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു. അയ്യോ വിയർത്ത്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം, പയറുകഞ്ഞി ഉണ്ടാക്കണം. അതും കൂടെ ഉണ്ടാക്കിയിട്ട്, അത് ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കുന്നില്ല, എല്ലാം കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എൻ്റെ കിച്ചനൊക്കെ ഒന്ന് കാണിച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാനതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. ഈ മൊബൈലും പിടിച്ചുകൊണ്ട് നടന്നാൽ പെട്ടെന്നൊന്നും സമയം നടക്കത്തില്ല, അല്ല സമയം നടക്കത്തില്ല, പണി നടക്കത്തില്ല. എന്ത്? ഇത് കണ്ടോ മിക്സിയുടെ ജാറിൽ ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ചതാണ്, അത് നക്കിക്കൊണ്ട് നടക്കുന്നു. വരട്ടല്ല, കൂടുതൽ വരട്ടണ്ട, അവിടെ വച്ചോ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ പണി തീർക്കട്ടെ. പാത്രമൊക്കെ കഴുകി നമ്മൾ കിച്ചൺ ടോപ്പെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇത് കഞ്ഞിക്കുള്ള പയർ വേവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ മാവിൻ്റെ അകത്ത് കൈയിട്ട് കുഴക്കല്ലേ കഴുകി. ഓക്കെ എന്നാൽ അപ്പം ഞാൻ ചപ്പാത്തിയും കൂടെ ഉരുട്ടട്ടെ. കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്, ചപ്പാത്തി ഉരുട്ടാം. ചപ്പാത്തി ചുടാൻ ഒരു സഹായിയെ കിട്ടിയിട്ടുണ്ട്. ആ സഹായിയാണ് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. സഹായിയുടെ പേര് താങ്കൾ പറഞ്ഞോളൂ. ഷെറിൻ രാജൻ. എനിക്ക് ആരായിട്ട് വരും? മോനാണോ? എൻ്റെ എത്രാമത്തെ മോനാ? സെക്കൻഡ് മോൻ. ഓക്കെ, അത് മോള് ഇത് മോൻ. ഫസ്റ്റ് മോള്, അത് മോൻ. അപ്പോൾ എൻ്റെ കൊച്ചാണ് ഇന്ന് എനിക്ക് ചപ്പാത്തി ചുട്ട് തരുന്നത്. ഇവിടെ പയറ് കഞ്ഞി തിളയ്ക്കുന്നു. ഈ പയറുകഞ്ഞി കാണുമ്പോൾ എനിക്ക് സ്കൂൾ ഡേയ്സ് ഓർമ്മ വരിക. സ്കൂളിൽ ഈ കഞ്ഞിക്ക് വേണ്ടി ക്യൂവിൽ നിന്നതാണ് ഓർമ്മ വരുന്നത്. അല്ല, എന്ത് ഹെൽത്തി അറിയാവോ പയറുകഞ്ഞി? നല്ല പ്രോട്ടീനാണ്. നാളെ മറ്റന്നാൾ കൊടുത്താൽ പോരെ. ഷെറിൻ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നു. യെസ്, ഗുഡ് ചപ്പാത്തി ചുടുന്ന ഗുഡ് ചെറുക്കൻ. അയ്യോ, അത് വെച്ച് ചുട്ടേക്കല്ലേ, പണി പാളി. ചപ്പാത്തി എല്ലാം ചുട്ടെടുത്ത്. യെസ്, ഞാനിവിടെ ഉരുട്ടി കൊടുക്കുക. ചപ്പാത്തി ഉരുട്ടുന്ന ഉരുളൻ എന്ന് വെച്ചാൽ ഉരുളൻ എവിടെയോ കാണാണ്ട് പോയി. എവിടെ വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ തപ്പി മടുത്ത് ഞാനിപ്പോൾ ഒരു ബോട്ടിലെടുത്ത് അത് വെച്ചാണ് ഇപ്പോൾ ചപ്പാത്തി ഉരുട്ടുന്നത്. ചപ്പാത്തി ചുട്ടുകൊണ്ടിരുന്നപ്പം നല്ല മൊരിഞ്ഞ ചപ്പാത്തി വേണമെന്ന് സാൻഡ്രയ്ക്ക്.
അങ്ങനെ സാൻഡ്ര തന്നെ മൊരിഞ്ഞൊരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് സ്റ്റൂ മുക്കി കഴിക്കുന്നു സാൻഡ്രയെ കാണിക്കട്ടെ സാൻഡ്ര. നല്ലതാണോ? അടുപ്പിൻ്റെ അവിടെ കയറി എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ കയറിയിരുന്ന അമ്മമാർ ഉണ്ടാക്കുമ്പോൾ പിള്ളേരിങ്ങനെ തൊട്ടടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണോ പറയണേ. ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനെ പിള്ളേർ തൊട്ടടുത്തിട്ട് നല്ല ചൂടോടെ ഉണ്ടാക്കി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കഴിച്ചോ? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? മതി കാണിച്ചത് തിന്നോ. കൊതി വരട്ടെ, കൊതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു, കഞ്ഞി കുടിച്ചു, ഒന്നും വീഡിയോ എടുത്തില്ല. നന്നായിട്ട് കഴിച്ചു, നല്ല വിശന്നു. മണി 10:30 അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണെങ്കിൽ കുഞ്ഞു വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു.